ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് ആന്റിനേറ്റൽ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ്. എങ്ങനെ ഒരു ആന്റിനേറ്റൽ ഹിസ്റ്ററി നമുക്ക് എടുക്കാം ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിൽ. ഹൗ ടു ടേക്ക് ആൻ ഒബ്സ്റ്റെട്രിക് ഹിസ്റ്ററി. നമ്മൾ ആദ്യം എടുക്കുന്നത് സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റയാണ്. അതിൽ നെയിം, ഏജ് വരുന്നുണ്ട്. അതിൽ നെയിം എന്ന് പറയുന്നത് നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ പർപ്പസിനും അതുപോലെ പേഷ്യന്റുമായ റാപ്പോ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഇനി കമ്മിങ് ടു ദ ഏജ്. ഏജിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്ക് റിസ്ക് അസസ് ചെയ്യാനായിട്ടാണ്. അതായത് 20 വയസ്സിന് താഴെ, അതായത് ടീനേജ് പ്രഗ്നൻസി ആണെങ്കിൽ അവർക്ക് പ്രീ എക്ലാംസിയയ്ക്കും അനീമിയയ്ക്കും പ്രീ ടേം ലേബറിനും അതുപോലെ സെഫാലോപെൽവിക് ഡിസ്പ്രപ്പോർഷനും സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ഏജ് അഡ്വാൻസ്ഡ് ആണെങ്കിലോ 35 ഇയേഴ്സിന് മുകളിലാണ് എങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, അന്യൂപ്ലോയിഡ്, എക്സാമ്പിൾ ഡൗൺ സിൻഡ്രോം, അതുപോലെ മിസ്കാരേജസ്, അതുപോലെ ഓപ്പറേറ്റീവ് ഡെലിവറിക്കൊക്കെ എന്താണ് സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിലൊന്നാണ് ഗ്രാവിഡ ആൻഡ് പാര. ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രഗ്നൻസീസ് ഇൻക്ലൂഡിംഗ് ദ കറന്റ് വൺ റിഗാർഡ്ലെസ് ഓഫ് ദി ഔട്ട്കം. കുഞ്ഞ് മിസ്കാരേജ് ആയി പോയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. എത്ര തവണ ഗർഭിണിയായി, പ്രഗ്നന്റ് ആയി എന്നതിന്റെ അളവാണ് ഗ്രാവിഡ. പാര, നമ്പർ ഓഫ് പ്രഗ്നൻസീസ് ദാറ്റ് ക്രോസ് ദ പീരീഡ് ഓഫ് വയബിലിറ്റി, നോട്ട് ദി നമ്പർ ഓഫ് ബേബി. എത്ര ബേബി ഉണ്ട് എന്നുള്ളതല്ല, പീരീഡ് ഓഫ് വയബിലിറ്റി ക്രോസ് ചെയ്ത എത്ര പ്രഗ്നൻസി ഉണ്ട്, അതായത് 20 മുതൽ 24 ആഴ്ചയ്ക്ക് ശേഷം വരെ ഉണ്ടായിരുന്ന എത്ര പിള്ളേരുണ്ട്, അതാണ് പാര. ഇതാണ് നമ്മൾ GTPAL സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ GPAL ആണ്. അതായത് എങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ, G എന്ന് പറഞ്ഞാൽ ഗ്രാവിഡ, ടേം ബർത്ത് മോർ ദാൻ 37 വീക്ക്, പ്രീ ടേം ബർത്ത്, അബോർഷൻസ്, ലിവിങ് ചിൽഡ്രൻ. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. എ വുമൺ ഹു ഹാഡ് 1 ടേം ഡെലിവറി, 1 miscarriage and is currently pregnant. അപ്പൊ എത്ര വട്ടം ആ വിമൺ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഗ്നന്റ് ആയിട്ടുണ്ട്? ഒരു ടേം ഡെലിവറി, 1 miscarriage, 1 കറന്റ് പ്രഗ്നൻസി. അപ്പൊ മൊത്തം 3 തവണ ഗർഭിണി ആയിട്ടുണ്ട്. അപ്പൊ അതാണ് G3. എത്ര ടേം ഡെലിവറി? ഒരു ടേം ഡെലിവറി, അപ്പൊ T1. പിന്നെ എത്ര മിസ്കാരേജ്? ഒരു മിസ്കാരേജ്, അപ്പൊ ഒരു അബോർഷൻ. പിന്നെയോ പ്രീ ടേം ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഇപ്പൊ എത്ര പിള്ളേരുണ്ട്? ഒരു കൊച്ചുണ്ട്. ഒരു ടേം ഡെലിവറി ആയിരുന്ന ഒരു കൊച്ചുണ്ട്. അപ്പം L1. മനസ്സിലായോ? അപ്പൊ G3, T1, P0, A1, L1. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എഴുതാം. G3 ഒരു തവണ പ്രസവിച്ചല്ലോ, അപ്പൊ G3, P1, A1. ഒരു കൊച്ചു അബോട്ടായി, L1. അപ്പം ഒരു ലൈവ്, ഒരു അബോട്ടഡ്, ഒരു എന്താണ് പ്രസവിച്ചത്, പിന്നെ 3 തവണ പ്രഗ്നന്റ് ആയി. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി കമ്മിങ് ടു ദ ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് നമ്മൾ ചോദിക്കാൻ നേരത്ത് ലാസ്റ്റ് നോർമൽ മെൻസ്ട്രുവൽ പീരീഡിന്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ചോദിക്കേണ്ടത്. ലാസ്റ്റ് നോർമൽ ആയ മെൻസ്ട്രുവൽ പീരീഡിന്റെ ഫസ്റ്റ് ഡേനെയാണ് നമ്മൾ ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് എന്ന് പറയുക. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റേഷനിലെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് LMP ആണ്. ഇനി ഇത് ഉറപ്പ് വരുത്തണം, ഈ സൈക്കിൾസ് റെഗുലർ ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. കാരണം സൈക്കിൾസ് റെഗുലർ അല്ലെങ്കിൽ നമുക്ക് LMP ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റേഷണൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി വരുന്നതാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. നമ്മൾ പറഞ്ഞു നമ്മൾ LMP ഉപയോഗിച്ചിട്ട് ജസ്റ്റേഷണൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന്. അതുപോലെ തന്നെ നമുക്ക് എന്തും കാൽക്കുലേറ്റ് ചെയ്യാം, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല നെഗ്ലേഴ്സ് റൂളാണ്. അതിൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് LMP പ്ലസ് 9 months പ്ലസ് 7 days ആണ്. അത് നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു 28 day റെഗുലർ സൈക്കിളാണ് ആ ഫീമെയിലിന് ഉണ്ടായിരുന്നത് എന്ന്. ജസ്റ്റേഷണൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് LMP യൂസ് ചെയ്യാം. അത് കൂടാതെ നമുക്ക് ഡേറ്റിംഗ് സ്കാൻ അല്ലെങ്കിൽ ഡേറ്റിംഗ് അൾട്രാസൗണ്ട് UST വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്രാമത്തെ ജസ്റ്റേഷണൽ ഏജ് ആണ് കുട്ടിയുടേത്. ക്രൗൺ ഡ്രം ലെങ്ത് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ട്. ഇനി എന്തിനാണ് നമ്മൾ ഒക്യുപ്പേഷൻ ചോദിക്കുന്നത്? അതായത് വല്ല ഒക്യുപ്പേഷണൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എക്സ്പോഷർ ടു ടെററ്റോജൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെയിൻ വരുന്ന ഒക്യുപ്പേഷൻ ആണോ അവർക്കുള്ളത് എന്നൊക്കെ അറിയാനായിട്ടാണ്. ഇനി കമന്റ് ദ അഡ്രസ് ഓഫ് ദ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നമ്മൾ ചോദിക്കുന്നത് അവർ ന്യൂട്രീഷൻ സ്റ്റാറ്റസും അതുപോലെ തന്നെ അവർക്ക് കെയർ ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി കൂടിയാണ്. ഇനി കമ്മിങ് ടു ദ പ്രസന്റിംഗ് കംപ്ലൈൻറ്റ്സ്. ചീഫ് കംപ്ലൈൻറ്റ് അവരെന്തിന് ആശുപത്രിയിലേക്ക് വന്നു, വൈ ഹാസ് എ പേഷ്യൻറ്റ് കം ടു ദ ഹോസ്പിറ്റൽ. നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് ദ ഡ്യൂറേഷൻ നമ്മൾ അവരെ ലിസ്റ്റ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ റുട്ടീനായിട്ട് ആന്റിനേറ്റൽ ചെക്കപ്പിനാണ് വന്നത് എങ്കിൽ അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ കഴിഞ്ഞ 6 മണിക്കൂറായി അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ലീക്കിംഗ് പെർ വജൈനം,
ഇന്ന് രാവിലെ തൊട്ട് കുഞ്ഞിൻ്റെ ഫീറ്റൽ മൂവ്മെൻറ്റുകൾ കുറവാണ്. അങ്ങനെയൊക്കെ ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. പെയിൻലെസ് ബ്ലീഡിങ് പെർ വജൈന ഫോർ 1 hour. അപ്പം ഇങ്ങനെ വിത്ത് ഡ്യൂറേഷൻ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്സ് എഴുതാനായിട്ട്. ഇനി ഈ പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്സിൻ്റെ ഹിസ്റ്ററി ചോദിക്കാൻ നേരത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേണം എഴുതാൻ. അപ്പം നമുക്ക് നോക്കാം. പെയിൻ ആയിട്ടാണ് പേഷ്യൻ്റ് വന്നതെങ്കിൽ നമ്മൾ ഒരു കോഡാണ് സോക്രട്ടിസ്. ഇത് നമ്മൾ ചോദിച്ചിരിക്കണം. അതായത് സൈറ്റ്, ഓൺസെറ്റ് എപ്പോൾ തുടങ്ങി, ക്യാരക്ടർ, റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ കൂടെയുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്, ടൈമിംഗ് എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുന്നത്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് വേദന കുറയുന്നത്, എത്രമാത്രം സിവിയർ ആണ് വേദന, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിരിക്കണം. ഇനി ബ്ലീഡിംഗ് ആണെങ്കിൽ ഇത് സഡൻ ഓൺസെറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രാജുവൽ ഓൺസെറ്റ് ആണോ, എത്ര പാഡ് നമ്മൾ മാറ്റേണ്ടി വരുന്നുണ്ട്, കളർ എന്താണ്, ബ്രൈറ്റ് റെഡ് ആണോ അല്ലെങ്കിൽ ഡാർക്ക് റെഡ് ആണോ, അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ റെഡ് ആവണമെന്നില്ല, പല കളർ ബ്ലീഡിംഗ് അല്ലേ. പിന്നെ കൺസിസ്റ്റൻസി, ക്ലോട്ടുകളുണ്ടോ, ഇനി അതും അല്ലെങ്കിൽ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് പ്ലാസൻ്റ പൊട്ടിപ്പോകുന്നു, അബ്രപ്റ്റഡ് പ്ലാസൻ്റെയാണ് നമ്മൾ പെയിൻ സാധ്യത കൂടുതൽ. ഇനി പെയിൻലെസ് ആണെങ്കിൽ അത് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറഞ്ഞ കണ്ടീഷനും ആകാം. ഇനി ലീക്കിംഗ് ആണെങ്കിൽ നമ്മൾ കളർ ചോദിക്കണം, ക്ലിയർ ആണോ അല്ലെങ്കിൽ മെക്കോണിയം സ്റ്റെയിൻഡ് ആണോ, കുഞ്ഞ് മഷി ഇട്ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ. പിന്നെ ഓർഡർ, സ്മെൽ എന്താണ്, ഫ്ലോ എങ്ങനെയാണ്, ഗഷാണോ ട്രിക്കിളാണോ, നമ്മൾ യൂറിനുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ഇനി പ്രസന്റ് പ്രഗ്നൻസിയുടെ ഹിസ്റ്ററി ചോദിക്കാൻ നേരം നമ്മളെപ്പോഴും ട്രൈമസ്റ്റർ ബൈ ട്രൈമസ്റ്റർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് ആദ്യത്തെ 12 ആഴ്ച, അതായത് ആദ്യത്തെ 3 മാസം നമ്മളിങ്ങനെ, അതെന്തിനാ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പറയുന്നത് ചോദിച്ചാൽ അതാണ് ഓർഗാനോജെനസിസിൻ്റെ പീരീഡ്. ആ സമയത്ത് എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വയബിലിറ്റിയിലാണ്. അതുപോലെ ടെററ്റോജനോട് എക്സ്പോഷർ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നും കൂടെ നമ്മൾ എന്തായാലും ചോദിക്കണം. അപ്പം എങ്ങനെയാണ് നമുക്കിത് ആദ്യം തുടങ്ങേണ്ടത്? എങ്ങനെയാണ് ആദ്യം പറയേണ്ടത്, പ്രഗ്നൻസി നിങ്ങൾ എങ്ങനെ കൺഫേം ചെയ്തു, വെൻ എപ്പോൾ കൺഫേം ചെയ്തു, എങ്ങനെ കൺഫേം ചെയ്തു. മോസ്റ്റ്ലി അവർ പറയാൻ പോകുന്നത് അവർ UPT ടെസ്റ്റ് ചെയ്തിട്ടാണ് പോസിറ്റീവ് ആയെന്നാണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ദ പ്രഗ്നൻസി ആൻഡ് വെൻ ദി പേഷ്യൻ്റ് ബിക്കം അവർ, എപ്പോഴാണ് പേഷ്യൻ്റ് ഇത് അറിഞ്ഞതെന്നുള്ളത് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി അത് പ്ലാൻഡ് ആണോ സ്പോണ്ടേനിയസ് ആണോ? പ്ലാൻഡ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞുണ്ടാകുന്നത് മീൻസ് പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരു 3 മാസം മുതലേ പേഷ്യൻ്റ് എന്ത് ചെയ്യണം, ഫോളിക് ആസിഡ് എടുത്ത് തുടങ്ങിയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയുക. അല്ലാതെ നമ്മൾ സ്പോണ്ടേനിയസ് പ്രഗ്നൻസി എന്നാണ് പറയുക. ഈ പ്ലാൻഡ് പ്രഗ്നൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് പ്രീ കൺസെപ്ഷണൽ ആൻഡ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇൻടേക്ക് എന്ത് കുറയ്ക്കും, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിലേക്ക് സ്പൈന ബൈഫിഡ പോലുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. ഇനി കമ്മിങ് ടു ദി എന്താണ് അടുത്ത നിങ്ങൾ ചോദിക്കേണ്ട ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വളരെ അമിതമായിട്ടുള്ള ഛർദി, സാധാരണ ഛർദി ക്ഷീണമൊക്കെ ഉണ്ടാകും, അതിലും കൂടുതൽ ഭയങ്കരമായിട്ടുള്ള വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ, അതാണ് ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ എമസസ് ഗ്രാവിഡേറം ഉണ്ടായിരുന്നോ. നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഈ മോർണിംഗ് സിക്നസ്സും ഇതുമായി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കാരണം സിവിയർ വൊമിറ്റിങ്ങിന് സത്യം പറഞ്ഞാൽ എന്ത് സാധിക്കും, ഭയങ്കരമായ ഡീഹൈഡ്രേഷനിലേക്കും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിലേക്കും മാൽന്യൂട്രീഷനിലേക്കും അതുപോലെ തൈമിൻ, നമ്മൾ ഒരുപാട് ഛർദ്ദിക്കാൻ നേരത്ത് തൈമിൻസ് ഡെഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വേർണിക്സ് എൻകെഫലോപ്പതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കമ്മിങ് ടു ഹിസ്റ്ററി ഓഫ് ബ്ലീഡിങ് ഓർ സ്പോട്ടിംഗ് പെർ വജൈന. പ്രഗ്നൻസി ടൈമിൽ എപ്പോൾ ബ്ലീഡിങ് വന്നാലും അത് ഡേഞ്ചറാണ്. അപ്പോൾ ത്രെറ്റൻഡ് ഓർ ഇന്നെവിറ്റബിൾ ഓർ മിസ്ഡ് അബോർഷൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ഹിസ്റ്ററി ഓഫ് ഫീവർ വിത്ത് റാഷസ്. ഫീവർ വിത്ത് റാഷസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇൻഫെക്ഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ടോർച്ച് ഇൻഫെക്ഷൻസ്. T എന്ന് പറഞ്ഞാൽ ടോക്സോപ്ലാസ്മ, O ഫോർ അതേഴ്സ്, R ഫോർ റുബെല്ല, C ഫോർ സൈറ്റോമെഗാലോ വൈറസ് ആൻഡ് H ഫോർ ഹെർപ്പിസ് വൈറസ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ നമ്മൾ സ്ക്രീൻ ചെയ്യണം. പിന്നെ റുബെല്ലയൊക്കെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുവാണെങ്കിൽ അത് ഹൈലി ടെററ്റോജനിക് ആണ്. കാരണം കാറ്ററാക്ട്, ഡെഫ്നെസ്, കാർഡിയാക് ഡിഫക്റ്റ് ഇതെല്ലാം ഉണ്ടാവും. കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം ക്യാരക്ടറിസ്റ്റിക് ആണിത്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ MMR വാക്സിൻ, റുബെല്ല വാക്സിൻ എടുക്കുന്നതും. അതുപോലെ പണ്ടൊക്കെ സ്ത്രീകളെ ആണെങ്കിൽ ഒരു അഡോളസൻ പീരീഡിൽ അവരെ ഒരു പാർട്ടിയിലേക്ക് പറഞ്ഞു വിടും മിങ്കിൾ ചെയ്യാനായിട്ടൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഹിസ്റ്ററി ഓഫ് റേഡിയേഷൻ ഓർ ഡ്രഗ് എക്സ്പോഷർ. അതായത് ചില ഡ്രഗുകൾ, ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗുകൾ, റെറ്റിനോയിഡ് ഡ്രഗുകളൊക്കെ എന്താണ് ടെററ്റോജനിക് ആണ്. അതുപോലെ റേഡിയേഷൻ അത് ഓർഗൻ മാൽഫോർമേഷൻ ഫോം ചെയ്യും. അപ്പം അതിനെയൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. ഇനി അറിയേണ്ടത് ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് ഏതൊക്കെ, അതായത് ബുക്കിംഗ് വിസിറ്റിൽ ആദ്യമായി വരുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻസിന് നമ്മൾ പേഷ്യൻറ്റിനെ വിടും.
ബേസ് ലൈൻ ബ്ലഡ് എക്സാമിനേഷൻ, അതായത് ഹീമോഗ്ലോബിൻ, ബ്ലഡ് ഗ്രൂപ്പ്, RH ടൈപ്പിംഗ് എന്നിവയാണ് ചോദിക്കുന്നത്. കാരണം ബേസ് ലൈൻ അനീമിയ നമുക്ക് എന്ത് ചെയ്യണം, റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ RH നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആന്റി ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം പ്രൊഫൈലാക്സ് ആയിട്ട് 28ാമത്തെ ആഴ്ച. കാരണം എന്തിനാ, നമുക്ക് ഐസോ ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് പോലുള്ള കണ്ടീഷൻസിലേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് മദർ RH നെഗറ്റീവ് ആണ്, ഉണ്ടാകുന്ന ബേബി RH പോസിറ്റീവ് ആണെങ്കിൽ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന കണ്ടീഷൻ, ഫേറ്റൽ കണ്ടീഷൻ എന്തുണ്ട്, സാധ്യതയുണ്ടല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ TSH ചെക്ക് ചെയ്യാറുണ്ട് ഇനീഷ്യൽ ഇതായിട്ട്. ഇനി യൂറിൻ റുട്ടീൻ ആൻഡ് മൈക്രോസ്കോപ്പി നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. നമ്മൾ എസിംപ്റ്റമാറ്റിക് ബാക്ടീരിയൂറിയെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യാനായിട്ടാണ് യൂറിൻ റുട്ടീൻ മൈക്രോസ്കോപ്പി ചെയ്യുന്നത്. ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന എസിംപ്റ്റമാറ്റിക് ബാക്ടീരിയയ്ക്ക് നമ്മുടെ നേരെ യുറേറ്റേഴ്സിലൂടെ മേളിലേക്ക് കയറി കെട്ടിയിലെത്തി പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു മേജർ കോസ് ഓഫ് പ്രീ ടേം ലേബർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കമ്മിങ് ടു ദ വൈറൽ മാർക്കേഴ്സ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ, VDRL, സിഫിലിസിന്റെ ഒക്കെ നമ്മൾ ചെയ്യണം. കാരണം ഇതിനൊക്കെ വെർട്ടിക്കൽ ട്രാൻസ്മിഷന് സാധ്യതയുള്ളതാണ്. അപ്പം നമുക്ക് അവർക്ക് ആന്റി റിട്രോവൈറൽ തെറാപ്പിയോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബിനൊക്കെ കൊടുക്കേണ്ടി വരും പ്രിവെന്റ് ചെയ്യാനായിട്ട്. ഇനി ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് സ്ക്രീനിങ്, അത് നമ്മൾ OGTT, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗർ. ഇത് സത്യം പറഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമുക്ക് ഹൈ റിസ്ക് വുമണിനെ സ്ക്രീൻ ചെയ്യാനായിട്ട്. കാരണം ഒരു പ്രീവിയസ് ആയിട്ടുള്ള ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡെലിവറിയുടെ സമയത്തും. അതുപോലെ തന്നെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് സോഷ്യലി നല്ല റെലവൻ്റ് ആണ്. പിന്നെ വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പം പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. അതിപ്പം നമുക്ക് എത്ര ടോട്ടൽ ഗെയിൻ എത്ര വേണം എന്നറിയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രീ പ്രഗ്നൻസി BMI ഡിറ്റർമൈൻ ദി ടാർഗറ്റ് വെയിറ്റ് ഗെയിൻ, എത്ര വെയിറ്റ് ഗെയിൻ നമുക്ക് ഉണ്ടായിരിക്കണം 9ാം മാസം ആകുമ്പോഴേക്കും എന്ന് നമുക്കറിയാൻ പറ്റും. ഇനി സ്കാനിങ് എന്ന് പറഞ്ഞാൽ 2 സ്കാനിങ് ആണ് മെയിൻലി, ഡേറ്റിംഗ് സ്കാനും NT സ്കാനും. NT-NV സ്കാനിങ് എന്ന് പറയും. ഡേറ്റിംഗ് സ്കാൻ നമ്മൾ സാധാരണ 6 to 9 വീക്സിലാണ്. അതാണ് അക്യൂറേറ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി നമുക്ക് പറഞ്ഞു തരിക. NT-NV സ്കാനിങ് എന്ന് പറയുന്നത് 11 to 13 വീക്സ് പ്ലസ് 7 days ആണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്യൂപ്ലോയിഡി സ്ക്രീനിങ് ആണ്. അതായത് ഡൗൺ സിൻഡ്രോം പോലെയുള്ള കണ്ടീഷൻസ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനാണ്. NT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി, അതായത് ഇവിടുത്തെ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസിയും അതുപോലെ തന്നെ നേസൽ ബോൺ ഒസിഫിക്കേഷനും, ഇത് രണ്ടുമാണ് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രഗ്നൻസി നമ്മൾ ഡേറ്റിംഗ് സ്കാൻ ചെയ്യുന്നത് ഇത് എത്ര എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കണ്ടുപിടിക്കാൻ മാത്രമല്ല, അതിന് കുറേ ഉപകാരങ്ങളുണ്ട്. നമുക്കത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, കുഞ്ഞിൻ്റെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ എന്താണ് ഇത് എക്ടോപിക് ആണോ പ്രഗ്നൻസി, അല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസി ആണോ എന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ മോളാർ പ്രഗ്നൻസി ആണോ, അല്ലെ അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? ഇനി കമ്മിറ്റ് സെക്കൻഡ് ട്രൈമസ്റ്റർ 13 to 28 വീക്കുകൾ. ഇതെന്ന് പറയുന്ന ഫീറ്റൽ അനാറ്റമിക്കൽ ഡെവലപ്മെൻറ്റും മറ്റേണൽ വെൽബീയിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ അയൺ ആൻഡ് കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് മോസ്റ്റ് കോമൺ മെഡിക്കൽ ഡിസോർഡർ ഇൻ പ്രഗ്നൻസി. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യും, ഫീറ്റൽ സ്കെലിറ്റൽ ഡെവലപ്മെൻറ്റ് കാൽഷ്യം വേണം. അപ്പോൾ അതും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയണും കാൽഷ്യം എന്ത് ചെയ്യരുത്, ഒരുമിച്ച് ഒരിക്കലും കഴിക്കരുത്. കാരണം ഒരു ഉപകാരം ഉണ്ടാവില്ല. ആ കാൽഷ്യം എന്ത് ചെയ്യും, അയണിനെ കീലേറ്റ് ചെയ്യും. അതുകൊണ്ട് അയൺ രാവിലെ കഴിച്ചാൽ കാൽഷ്യം ഉച്ചയ്ക്ക് കഴിക്കുക, അങ്ങനെ കഴിക്കാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കാര്യം പറയുമ്പം നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ അത് എന്തായാലും ലേബറിൻ്റെ സമയത്ത് ഡെലിവറിയുടെ സമയത്ത് കുറച്ചധികം ബ്ലഡ് ലോസ് ഉണ്ടാകും. അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന അയൺ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊഫൈലാക്സ് എന്നുള്ള രീതിയിൽ അയണിൻ്റെ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി നമ്മൾ അയൺ പ്രൊഫൈലാക്സ് ആയിട്ട് എടുക്കുന്നു. ഇനി ക്വിക്കനിങ്, അതായത് ഫസ്റ്റ് പെർസെപ്ഷൻ ഓഫ് ഫീറ്റൽ മൊമെന്റ്. എൻ്റെ മാഡം ഇവിടെ OBGയിൽ എന്നെ പഠിപ്പിച്ചത് ഒരു 5ാം മാസം 6ാം മാസം ഒക്കെ ആകുമ്പം എന്ത് ചെയ്യുന്നറിയോ, ഒരു ചിത്രശലഭം ഇങ്ങനെ വയറിനുള്ളിലൂടെ ഓടി നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എന്നാണ് പറഞ്ഞു തന്നത് കേട്ടോ. ഇനി എ മൈൽ സ്റ്റോൺ ഓഫ് ഫീറ്റൽ ലൈഫ് ആൻഡ് റിയഷൻസ് ആൻഡ് അപ്രോക്സിമേറ്റ് ഗൈഡ് ഫോർ ജസ്റ്റേഷൻ ഏജ് ഇഫ് LMP അൺനോൺ. LMP നമുക്ക് അറിയത്തില്ല എങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഇത് 5ാം മാസമായി കാണും എന്നൊരു ഇത് നമുക്ക് എടുക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ടിഫ സ്കാൻ അല്ലെങ്കിൽ അനോമലി സ്കാൻ. അനോമലി സ്കാൻ ഒരു മാൻഡേറ്ററി ആയ സ്കാനാണ്. നമ്മൾ 18 to 22 വീക്കിലാണ് നമ്മൾ നടത്തുക. സ്ട്രക്ചറിൽ അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടോ, കാർഡിയക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അനോമലി സ്കാൻ നടത്തുന്നത്. പിന്നെ നമ്മൾ GDM സ്ക്രീനിങ് നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ നമ്മൾ നടത്തുന്നു. നമുക്കത് യൂണിവേഴ്സൽ സ്ക്രീനിങ് ആണ്. അത് നമ്മൾ 24-28 വീക്കിൽ ഓൾ വുമൻ ടു ഡിറ്റക്ട് ദി ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ്. പിന്നെ വാക്സിനേഷൻ, TD വാക്സിനേഷൻസ് ഉണ്ട്, TDAP SLR പെർട്യൂസും കൂടെ കൂടിയത്. അപ്പം നമ്മൾ TDAP ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക.
വൂപ്പിംഗ് കഫിനും കൂടിയുള്ള ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി ആണല്ലോ കിട്ടുന്നത്. അപ്പം മെറ്റേണൽ ആൻഡ് നിയോനെറ്റൽ ടെറ്റനസിന് വേണ്ടിയുള്ള പ്രിവെൻഷനാണ്. ഇനി കമ്മിങ് ടു ദ വെയിറ്റ് ഗെയിൻ. അപ്പം റെഗുലർ ചെക്കപ്പ് നമുക്ക് ഫീറ്റൽ ഗ്രോത്തിനും അതുപോലെ മറ്റേണൽ കോംപ്ലിക്കേഷൻസിനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യണം. പിന്നെ BP മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം BP കൂടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കാർഡിനൽ വാർണിംഗ് സൈൻ ഓഫ് പ്രീ എക്ലാംസിയ. ഇനി തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 29 വീക്ക് ടു ഡെലിവറി വരെയുള്ള ടൈം പീരീഡ് ആണ്. അവിടെയാണ് ഫീറ്റൽ ഗ്രോത്തും അതുപോലെ പ്രിപ്പറേഷൻ ഫോർ ഡെലിവറിയും. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്നത് ഡെയിലി ഫീറ്റൽ മൂവ്മെന്റ് കൗണ്ട് എത്രയുണ്ട്. അത് വളരെ ക്രൂഷ്യലാണ് ഫീറ്റൽ വെൽബീങ്ങിന്റെ. അപ്പം ഒരു 12 മണിക്കൂറിലാകെ 10 കൗണ്ടൊക്കെ ഉള്ളൂ, വളരെ കുറവാണ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈൻ റിക്വയറിങ്. അതായത് കുഞ്ഞിന് ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ട്, അല്ലെ ഹൈപ്പോക്സി സംഭവിക്കുകയാണ്, ഓക്സിജൻ കിട്ടുന്നില്ല കുഞ്ഞിന് എന്നൊരു കണ്ടീഷനാണ്. ഇനി വാർണിംഗ് സൈൻസ് ഫോർ പ്രീ എക്ലാംസി ചോദിക്കണം. അതായത് ഹെഡ് ഏക്ക് ഉണ്ടോ, ബ്ലഡ് വിഷൻ ഉണ്ടോ, എപ്പിഗാസ്ട്രിക് പെയിൻ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചോദിച്ചിരിക്കണം. പിന്നെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചതിൻ്റെ തന്നെ കാരണം ഇമ്മിനൻ്റ് ആയിട്ടുള്ള എക്ലാംസ്, സീഷസ് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം പ്രീ എക്ലാംസിയ പിന്നീട് എക്ലാംസിയയിലേക്കല്ലേ വരുന്നത്, ഒരു ഒബ്സ്റ്റട്രിക് എമർജൻസിയാണ്. പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നോ, ലീക്കിങ്ങിൻ്റെ ഉണ്ടായിരുന്നോ, പ്രീ ടേം ലേബർ പെയിൻ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ ചോദിക്കണം. കാരണം നമുക്ക് സ്ക്രീൻസ് ഫോർ തേർഡ് ട്രൈമസ്റ്റർ എമർജൻസി, അതായത് പ്ലാസിൻ്റെ പ്രീവിയ, പ്ലാസിൻ്റെ അബ്രപ്ഷൻ, അതുപോലെ പ്രീമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ, അതിനൊക്കെ അല്ലെ പ്രീ ടൈം ആണോ ലേബർ, അപ്പം നമുക്കിതൊക്കെ അറിയാൻ പറ്റും ബ്ലീഡിങ് ലീക്കിങ്ങിൻ്റെ ഒക്കെ ഹിസ്റ്ററി വെച്ചിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഹീമോഗ്ലോബിൻ നമ്മൾ ഒന്നും കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം 20 to 32 വീക്കിൽ. കാരണം നമ്മൾ എന്തിനാ അനീമിയ നമ്മൾ ജസ്റ്റ് മുമ്പ് ഡെലിവറിക്ക് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. കാരണം മറ്റേ റിസ്ക് നമ്മൾ പോസ്റ്റ് പാർട്ടൽ ഹെമറേജത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആദ്യം നമുക്ക് മനസ്സിലായി അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ്. അപ്പോൾ നമ്മൾ എത്ര അയൺ കൊടുത്തിട്ടും ഇത് കൂടുന്നില്ല. സത്യത്തിൽ ഓറൽ ആണെങ്കിലും പാരൻഡറിലാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആകെ ഒരു 1% റൈസൊക്കെ ഒരു 1 വീക്ക് കൊണ്ടൊക്കെ നടക്കുകയുള്ളൂ. അപ്പം 8 എന്നുള്ളതിന് 9 ഒക്കെ ആവുള്ളൂ. അപ്പോൾ 8 താഴേക്ക് ആണ് എങ്കിൽ നമ്മൾ ഈ അവസാനത്തെ ഈ 20 to 32 വീക്കിലൊന്നും നമ്മൾ 8 നമ്മൾ പിന്നെ എന്ത് നിൽക്കരുത്, നമ്മൾ വീണ്ടും ഓറലും പാരൻറ്ററിലും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ടുള്ള നമുക്ക് അനീമിയനെ തടയാൻ പറ്റുള്ളൂ. ഇനി പാസ്റ്റ് ഒബ്സ്റ്റട്രിക് ഹിസ്റ്ററി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് പ്രഗ്നൻസി എത്ര ഉണ്ടായിരുന്നു അതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതണം. ഏത് വർഷം ഉണ്ടായി, അതെങ്ങനെയായിരുന്നു, ലൈവ് ഇപ്പോൾ കുഞ്ഞുണ്ടോ, സ്റ്റിൽ ബർത്ത് ആയിരുന്നോ, അല്ലെ അബോട്ടായി എത്ര തവണ അബോട്ടായി പോയിട്ടുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു പാറ്റേൺ നമുക്ക് അസസ് ചെയ്യാനായിട്ടാണ്. അതുപോലെ റിക്കറൻ്റ് ആയിട്ടുള്ള മിസ്കാരേജ് ഉണ്ടോ, പ്രീ ടേം ബർത്ത് ആണോ, സ്റ്റിൽ ബർത്ത് ആണോ, ഇതൊക്കെ എന്തിനാ ഈ പ്രഗ്നൻസിയിൽ അതിൻ്റെ റിസ്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കണം നമ്മൾ പറയുന്നത്. പിന്നെ മോഡ് ഓഫ് ഡെലിവറി എങ്ങനെ, ഇൻസ്ട്രുമെന്റിലായിരുന്നോ, LSCS ആണോ, SVD ആണോ, അതെന്തിനാന്ന് ചോദിച്ചാൽ മുമ്പ് C-സെക്ഷൻ ആണെങ്കിൽ നമുക്ക് അത് അതിനർത്ഥം എന്താ, ഒരു ഫീറ്റൽ ഡിസ്ട്രസ് അവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രീച്ച് പ്രസന്റേഷൻ വന്നിട്ടുണ്ട്, അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ നമുക്ക് സാധിക്കുമോ എന്നറിയാനും കൂടിയാണ്. സിസേറിയൻ കഴിഞ്ഞിട്ട് വീണ്ടും ഈ പേഷ്യൻ്റ് നമുക്ക് ഈ ഒരു പ്രസവത്തിൽ നമുക്ക് ആ കുട്ടിയെ നമുക്ക് നോർമലി വജൈനൽ ബർത്ത് ആക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ്. പിന്നെ യൂട്രൈൻ സ്കാർ ഉണ്ടെങ്കിൽ അത് യൂട്രൈൻ റപ്ചറിനും സാധ്യതയുണ്ട്. പിന്നെ ബേബീൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ബർത്ത് വെയിറ്റ് എത്രയാണ്, കുഞ്ഞാണാണോ പെണ്ണാണോ, NIC അഡ്മിഷൻ എത്രയുണ്ട്. കാരണം പ്രീവിയസ് മാക്രോസോമിക് ബേബി, അപ്പം ഭയങ്കര വലിയ ബേബി ആയിരുന്നു, 4 കിലോയ്ക്ക് കൂടുതലായിരുന്നെങ്കിൽ GDM-നുള്ള സാധ്യത കൂടുതലാണ്. ലോ ബർത്ത് ബേബി ആണെങ്കിൽ IUG ഇൻട്രായൂട്ടൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷന് സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. പിന്നെ പോസ്റ്റ് നേറ്റൽ പീരീഡ് കോംപ്ലിക്കേഷൻ, അതായത് പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ടായിരുന്നോ, സെപ്സിസ് ഉണ്ടായിരുന്നോ, എക്ലാംസി ഉണ്ടായിരുന്നോ, കാരണം റിക്കറൻസിന് സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആക്റ്റീവ് മാനേജ്മെന്റ് നമ്മൾ അതിനുവേണ്ടിയുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. പിന്നെ മെൻസ്ട്രുവൽ ആൻഡ് ഗൈനക്കോളജി ഹിസ്റ്ററിയാണ് അടുത്ത ഹെഡിങ്. അതിൽ മെനാർക്കായതെന്നാണ്, സൈക്കിൾ റെഗുലർ ആണോ, ഡ്യൂറേഷൻ എങ്ങനെ, എത്ര 28 ദിവസമാണോ, ഫ്ലോ എങ്ങനെയാണ്, എത്ര ദിവസം ഫ്ലോ ഉണ്ടാവും. പിന്നെ അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ LMPന്റെ കൺഫർമേഷനും റിലയബിലിറ്റിക്കും വേണ്ടിയാണ്. ഇറഗുലർ സൈക്കിൾ ആണെങ്കിൽ നമുക്ക് LMP ബേസ്ഡ് ആയിട്ടുള്ള ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് അതുകൊണ്ടൊരു കാര്യമില്ല. ഇനി ഗൈനക്കോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, ഫൈബ്രോയിഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഓവേറിയൻ സിസ്റ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ട്യൂബിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. കാരണം ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ മാൽ പ്രസന്റേഷൻസിന് സാധ്യതയുണ്ട്. അതുപോലെ പോസ്റ്റ്പാർട്ടം ഹെമറേജ്, കാരണം ഈ ഫൈബ്രോയിഡ് ഒറ്റയ്ക്ക് ഒരുപാട് ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒബ്സ്ട്രക്ട് ലേബർ, പിന്നെ PID ക്യാൻ കോസ് ട്യൂബൽ ഡാമേജ്, അപ്പോൾ എക്ടോപിക് ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ പാസ്റ്റ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഹിസ്റ്ററി, അതിൽ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ഓൾറെഡി ഓവർ ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ആണോ, ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻ്റ് ആണോ, തൈറോയ്ഡ് ഉള്ള പേഷ്യൻ്റ്, ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ളതാണോ, ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ളതാണോ, കാർഡിയാക് ഡിഫോമിറ്റി എന്തെങ്കിലും ഉള്ള പേഷ്യൻ്റ് ആണോ, എപ്പിലെപ്സി വന്നിട്ടുള്ള പേഷ്യൻ്റ് ആണോ, ആസ്മ ഉള്ളതാണോ, TB ഉള്ളതാണോ. ഈ മെഡിക്കൽ ഡിസോർഡേഴ്സ് എല്ലാം എന്താണ്, മറ്റേണൽ മോർബിഡിറ്റി കൂട്ടാനുള്ളൊരു കാരണമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞാലേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സർജിക്കൽ ഹിസ്റ്ററി, അതായത് മയോമെക്ടമി, അപ്പൻഡെക്ടമി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ. കാരണം ഏതെങ്കിലും ഒരു സർജറി
ഈവൻ യൂട്രസിന് നടന്ന സർജറി മയോമെക്ടമി തന്നെ യൂട്രൈൻ റിപ്ചറിന് എന്ത് ചെയ്യാണ്, റിസ്ക് കൂട്ടും. മനസ്സിലായോ? ഇനി ഡ്രഗ് ഹിസ്റ്ററി ആൻഡ് അലർജി, എന്തെങ്കിലും ടെർത്തോജനിക് ആയ ഡ്രഗുകൾ ഉപയോഗിക്കാറുണ്ടോ? ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസിന് പ്രൊഫൈലാക്സ് ആയിട്ട് നമ്മൾ പെൻസിലിൻ കൊടുക്കാൻ, അപ്പോൾ പെൻസിലിനൊക്കെ അലർജി ഉള്ള പേഷ്യൻ്റാണ് കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള അലർജി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. ഇനി മരൈറ്റൽ ഹിസ്റ്ററിൻ്റെ അകത്ത് ഡ്യൂറേഷൻ, എത്ര നാളെ കല്യാണം കഴിച്ചിട്ട്, അപ്പോൾ നമ്മൾ ഇൻഫെർട്ടിലിറ്റിനെ റൂൾ ഔട്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ കോൺസാങ്ക്വിനസ് ആണ് മാരേജ്, റിലേറ്റീവ്സിനിടയ്ക്കുള്ള മാരേജ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സിന്റെ സാധ്യത വളരെ കൂടുതലാണ്. എക്സാമ്പിൾ തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, കൺജനൈറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേഷ്യ പോലുള്ള അസുഖങ്ങളൊക്കെ. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി ഹിസ്റ്ററിയിൽ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഡയബറ്റീസ് മെലിറ്റസ് ഹൈപ്പർ ടെൻഷൻ ട്വിൻസ് ഉണ്ടായിരുന്നോ? കാരണം ഇതൊക്കെ സ്ട്രോങ് ഫാമിലീസ് ഇൻക്രീസ് ഇൻ ദ പേഷ്യൻസ് ഓൺ റിസ്ക് ഫോർ GDM, പ്രീ എക്ലാംസിയ, മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിലൊക്കെ റിസ്ക് കൂട്ടുകയാണ്. പിന്നെ ഹെറിഡിറ്ററി കണ്ടീഷൻസ്, ഹീമോഫീലിയ ഉണ്ടായിരുന്നോ, മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഇനി ഒരു ഹെറിഡിറ്ററി കണ്ടീഷൻ സസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു പെഡിഗ്രി ചാർട്ട് വരയ്ക്കണം. ഇപ്പം നമ്മൾ എല്ലാ കേസിലും തന്നെ പെഡിഗ്രി ചാർട്ട് വരയ്ക്കാറുണ്ട്. പെഡിഗ്രി ചാർട്ട് നിർബന്ധമായിട്ടും വരയ്ക്കണം. കാരണം ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് മെത്തേഡ് ടു വിഷ്വലൈസ് ദി പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് ഓട്ടോസോമൽ ഡോമിനന്റ് ആണോ, എക്സ് ലിങ്ക്ഡ് റിസീവ് ആണോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പെഡിഗ്രി ചാർട്ട് വെച്ച് അനലൈസ് ചെയ്തിട്ട്. ഇനി പേഴ്സണൽ ഹിസ്റ്ററിയിൽ ഡയറ്റ് എങ്ങനെയാണ്, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ? അതെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആണ് നമുക്കറിയാം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അഡിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, സ്മോക്കിംഗ്, ആൽക്കഹോളൊക്കെയാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കിംഗ് ആണ് IUGR-ഉം അബ്രപ്ഷനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്ലീപ്പ് ആൻഡ് ബവൽ ബ്ലാഡർ ഹാബിറ്റ്സ്, അത് ബവലൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ബ്ലാഡറൊക്കെ ആണെങ്കിൽ UTI ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, ഫ്രീക്വൻസി കൂടുതലാണ്, അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ ഉണ്ട്, ഡിസ്യൂറിയൊക്കെ ഉണ്ടെങ്കിൽ. ഇനി സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ ഹിസ്റ്ററിയിൽ സോഷ്യൽ സപ്പോർട്ട്, അതായത് ഹൂ ലീവ് അറ്റ് ഹോം സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കാരണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെയൊക്കെ റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഹൗസിംഗ് പക്കയാണോ കച്ചയാണോ, വാട്ടർ സപ്ലൈ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് SPM-ൽ നമ്മൾ ഈ നമ്മുടെ ഫീൽഡ് വിസിറ്റിൽ ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാമിലൊക്കെ നമ്മൾ പോകാനായിട്ട് നമ്മൾ പഠിക്കും എന്തായാലും. കാരണം വാട്ടർ സപ്ലൈ ഒക്കെ മോശമാണ്, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് A, ഡയറൽ ഡിസീസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം പ്രഗ്നൻസിക്ക് ഡേഞ്ചറസ് ആണ്, അതിനൊക്കെയാണ്. പിന്നെ ഓവർ ക്രൗഡിങ് നമ്മൾ ചോദിക്കുന്നത് ട്യൂബർക്ലോസിന്റെ റിസ്ക്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ റിസ്ക് ഒക്കെ കൂടുമോ എന്നുള്ളത് അറിയാനാണ്. പിന്നെ പെറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ഈ കാറ്റിന്റെ ഫീസ് ഒക്കെ ഈ ടോക്സോപ്ലാസ്മോസ് പോലെ ടോക്സ് ഇൻഫെക്ഷൻസിനൊക്കെ വെക്ടർ ആണല്ലേ. പിന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ് സ്ക്രീനിങ്, അത് വളരെ സെൻസിറ്റീവാണ്. അത് പേഷ്യനോട് ഒരു മയത്തിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക വേണ്ടത്. പിന്നെ ഒരു സമ്മറി നമ്മൾ പറയുകയാണ്, ഇങ്ങനെ വേണം സമ്മറി പറയാനായിട്ട്. ഇത് മിസ്സിസ് രശ്മി അല്ലെങ്കിൽ ഒരു രേഷ്മ, ഒരു 23-year-old ലേഡി, G2, P1, A1, L1 എന്നൊക്കെ വേണേൽ പറയാം. ഫ്രം എ നോൺ കോൺസാങ്ക്വിനസ് മാരേജ് ഓഫ് 3 years, ഹെയിലിംഗ് ഫ്രം എ ഈ ഏരിയ, പ്രസന്റ് വിത്ത് ചീഫ് ഷി വാസ് അതിൽ ലേബറിന് വേണ്ടി വന്നു, ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നു. ഷി ഹാസ് എ റിലയബിൾ LMP ആൻഡ് EDD ഓഫ് ഈ ഡേറ്റ് പറയാം. കറന്റ് ജസ്റ്റേഷണൽ ഏജ് ഓഫ് ഇത്ര ആഴ്ച ഇത്ര ഡേയ്സ് എന്ന് പറയാം. Her present pregnancy has been supervised with regular antenatal checkup. Her booking viral markers and urine routine were normal. Her first trimester NT-NB scanning and second trimester anomaly scan were normal. Her OGTT was normal. She is immunized with TD. Her weight gain is adequate. കണ്ട് ഇങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട്. She is a non case of എക്സാമ്പിൾ ജസ്റ്റൻ ഡയബറ്റീസ് ഉണ്ട്, പക്ഷേ ഡയറ്റ് കൺട്രോളിലാണ്. ഹെർ പാസ്റ്റ് ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി സിഗ്നിഫിക്കൻറ്റ് ഫോർ 1 previous LCS അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഹെർ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇങ്ങനെയുണ്ട്, ഫാമിലി ഹിസ്റ്ററി ഇങ്ങനെയുണ്ട്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഷീസ് അല്ലെങ്കിൽ പിന്നെ ഷീസ് നോട്ട് എ നോൺ കേസ് ഓഫ് തൈറോയ്ഡ് ഡിസീസ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അപ്പം ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതാണ് ഒരു ഓവറോൾ ആൻറ്റിനേറ്റൽ ഹിസ്റ്ററി എങ്ങനെ എടുക്കേണ്ടതെന്ന്. ഐ തിങ്ക് ഇറ്റ് ഹെൽപ്ഡ് യു. താങ്ക് യു.